ഒരാഴ്ചയായി കണ്ണൂർ അടക്കാത്തോട് മേഖലയിൽ ഭീതി വിതയ്ക്കുന്ന കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ പകൽ മുഴുവൻ റബ്ബർ തോട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും കടുവയെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. പ്രദേശത്ത് നിരോധനാജ്ഞ ഇപ്പോഴും തുടരുകയാണ്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സജോ, ഗുഡ് മോർണിംഗ്. ഈ ജനവാസ മേഖലയിലേക്ക് കടുവയുടെ സാന്നിധ്യം പിന്നീട് ഉണ്ടായോ? എന്തായാലും ഈ RRT സംഘം അവിടെ ഉണ്ടല്ലോ അല്ലേ? SKN ഗുഡ് മോർണിംഗ്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ അല്ലെങ്കിൽ നാട്ടിലിറങ്ങിയ കടുവ അവിടെ തന്നെ ഈ ജനവാസ മേഖലയിൽ വീടുകളോട് ചേർന്നൊക്കെ തന്നെ കറങ്ങി നടക്കുകയാണ്. ഏതാണ്ട് ഒരാഴ്ചയോളമായി കടുവയുടെ സാന്നിധ്യം കണ്ണൂർ കേളകം പഞ്ചായത്തിലെ അടക്കാത്തോട് കരിയങ്കാപ്പ് ഉൾപ്പെടുന്ന മേഖലയിൽ ആ സാന്നിധ്യമുണ്ട്. വനം വകുപ്പിനോട് പലതവണ പരാതി പറഞ്ഞു, പക്ഷേ വനം വകുപ്പ് ഇത് കടുവയാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്ന മറുപടിയൊക്കെ പറഞ്ഞു പോയി. പിന്നീട് നാട്ടുകാർ തന്നെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതോടുകൂടിയാണ് കടുവ തന്നെ എന്ന് ഉറപ്പിക്കുകയും അതിനുശേഷം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കടുവയെ പിടികൂടുന്നതിനായി സ്ഥലത്ത് ഒക്കെ ചെയ്തത്. നിലവിൽ അവിടെ തിരച്ചിൽ തുടരുന്നുണ്ട്. ഇന്നലെ കടുവയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിന് ശേഷം വീണ്ടും ഇന്നലെ കടുവയെ ഒരു റബ്ബർ തോട്ടത്തിൽ നിന്ന് തന്നെ നാട്ടുകാർ തന്നെയാണ് കണ്ടെത്തിയത്. പിന്നീട് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി പിടികൂടാം, കടുവയെ ഏതെങ്കിലും നിലയ്ക്ക് പിടികൂടാം, ഒന്നുകിൽ വലയിട്ട് പിടികൂടി മാറ്റുക അല്ലെങ്കിൽ മയക്കൂടി വെക്കുക, ഇതിന് രണ്ടിനുമായിരുന്നു. എന്തെങ്കിലും കടുവയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ച് തീരുമാനത്തിലേക്ക് പോവുക എന്നതായിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർ രാവിലെ മുതൽ രാത്രി വരെ അവിടെ ക്യാമ്പ് ചെയ്തു. മയക്കുപൊടി വെക്കാനോ അല്ലെങ്കിൽ പിടികൂടി മാറ്റാനോ ഒന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. അതോടുകൂടിയാണ് നാട്ടുകാർക്ക് വലിയ പ്രതിഷേധമുണ്ടായി. രാത്രി വരെ DFOയെ തടഞ്ഞു വെച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. കാരണം കടുവയെ നാട്ടുകാർ തന്നെ കണ്ടെത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി അവിടെ നിന്ന് പിടിച്ചു മാറ്റും എന്ന ഉറപ്പ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകി, അല്ലെങ്കിൽ മയക്കോടി വെക്കുമെന്ന് ഉറപ്പ് നൽകി. മയക്കോടി വെക്കാനായി അതുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യമുള്ള ആളുകളെയൊക്കെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഇതിനിടെ കടുവ രാത്രിയോടുകൂടി കടുവയെ കാണാതായി. അതായത് ഈ സ്ഥലത്ത് തന്നെ ഒരു ചതുപ്പ്, ആദ്യം റബ്ബർ തോട്ടത്തിലായിരുന്നു കണ്ടത്, പിന്നീട് അതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ചതുപ്പ് ഭാഗത്തായിരുന്നു കടുവ നിലയുറപ്പിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഈ രാത്രിയോടുകൂടി കടുവയെ കാണാതെ അതോടുകൂടി വീണ്ടും പരിഭ്രാന്തിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന നില വന്നു. അതായത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷാ ഭീഷണി അല്ലെങ്കിൽ അവർക്കൊരു ആശങ്ക ഒക്കെ ഉണ്ടായി. അത്രയും സമയം ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നിട്ടും അതിനെ വനം വകുപ്പ് നിരീക്ഷണത്തിൽ വെച്ചിട്ടും വളരെ പെട്ടെന്ന് ആ കടുവ അപ്രത്യക്ഷമാകുന്ന സാഹചര്യം അതല്ലെങ്കിൽ മറ്റെങ്ങോട്ടെങ്കിലും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടിയാണ് വലിയ പ്രതിഷേധമുണ്ടായത്. DFO അടക്കം മണിക്കൂറുകളോളം രാത്രി നാട്ടുകാർ തടഞ്ഞു വെച്ചു. തങ്ങൾ തന്നെ ഇത്രയും പണിപ്പെട്ട് കടുവയൊക്കെ കണ്ടെത്തി കാര്യങ്ങൾ അറിയിച്ചിട്ടും ഒന്ന് പിടികൂടാൻ വനം വകുപ്പിന് കഴിയാതെ പോകുന്ന വിമർശനമായിരുന്നു അവർ ഉന്നയിച്ചത്. ഏതായാലും RRT സംഘത്തിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ അവിടെ വലിയ RRT സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അവർ തിരച്ചിൽ തുടരുന്നുണ്ട്. ഇന്ന് പരമാവധി തന്നെ പിടികൂടി കടുവയെ അവിടെ നിന്ന് മാറ്റും എന്ന ഉറപ്പാണ് വനം വകുപ്പ് ഇപ്പോൾ നാട്ടുകാർക്ക് നൽകിയത്. മേഖലയിൽ ആശങ്കയും ഭീതിയും തുടരുകയാണെന്നതൊരു വസ്തുതയുമാണ്. SKN. ഓക്കെ, താങ്ക് യു സജോ ദേവസ്യ. ഷാജി പൊയ്കയിൽ പറയുന്നു SKN നമുക്കെതിരെ കേസ് കൊടുത്തു എന്ന് കേട്ടു, ഉള്ളതാണോ എന്ന് ചോദിച്ചു. ഷാജി പൊയ്കയിലെ അങ്ങനെയൊക്കെ ചില ആളുകൾ പറയുന്നു കേസ് കൊടുക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമില്ലേ, അവരുടെ അവകാശം സംരക്ഷിക്കപ്പെട്ടില്ല എന്ന് തോന്നലുണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ. മാത്രമല്ല നമ്മൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇത്തരം അതായത് നമ്മൾ പണം വാങ്ങി എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് അത് കോടതിയിൽ തെളിയിക്കാൻ ബാധ്യതയുണ്ട്. അവർക്കെതിരെ കേസ് കൊടുക്കാൻ നമുക്കും ആലോചനയുണ്ട്. മാത്രമല്ല അത് പൊതുജന സമക്ഷം സാമൂഹിക പ്രതിബദ്ധത കൊണ്ട് അവതരിപ്പിച്ച ചാനലുകൾക്കെതിരെയും കേസ് കൊടുക്കാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇത്തരം ചാനലുകൾ വേറെ താല്പര്യം കൊണ്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അവർക്ക് രാഷ്ട്രീയ താല്പര്യം ഉണ്ടാകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യം ഉണ്ടാകാം, നമ്മളെ അടിച്ച് തകർത്ത് താഴെയിടണം താല്പര്യം ഉണ്ടാകാം. അത്ര ആളുകൾക്കെതിരെയും കേസ് കൊടുക്കാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻറ്റഗ്രിറ്റി ചോദ്യം ചെയ്താൽ ആ ഇൻറ്റഗ്രിറ്റി സംരക്ഷിക്കാൻ അവസാനം വരെ പോരാടാൻ നമ്മൾ ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. നിങ്ങളുടെ കരുത്താണ് നമ്മളുടെ ശക്തി.